അരിക്കൊമ്പനെ പോലെ ഉൾക്കാട്ടിൽ തുറന്നുവിടാനൊരുങ്ങുകയാണ് PM2വിനെയും. മുത്തങ്ങയിലെ ആനക്യാമ്പിലെ കൂട്ടിൽ കിടക്കുന്ന PM2 എന്ന കാട്ടുകൊമ്പനെ ഒടുവിൽ കാട്ടിലേക്ക് പോകാനുള്ള വഴിയൊരുക്കുകയാണ് ഹൈക്കോടതി നിയമിച്ച വിദഗ്ധ സമിതി. 13 വയസ്സുള്ള ആനയെ ഇങ്ങനെ കൂട്ടിലടയ്ക്കാൻ പാടില്ല എന്ന് ചൂണ്ടിക്കാണിച്ച് സമിതി കോടതിക്ക് നൽകിയ റിപ്പോർട്ടിൽ ഇത്തരം കാര്യങ്ങൾ പറയുന്നു. 1. ബത്തേരിയിൽ വച്ച് ഒരാളെ ആക്രമിച്ചത് PM2 ആണെന്ന് തെളിവില്ല. ആനയെ വെടിവെച്ച് കൂട്ടിലടയ്ക്കാൻ വനം വകുപ്പ് ധൃതി കാണിച്ചു. കാട്ടാനകളെ വെടിവെച്ച് കൂട്ടിലടയ്ക്കാതെ സംരക്ഷിക്കുന്നതിന് നിരവധി ഉദാഹരണങ്ങളുണ്ട്. മുതുമലയിൽ നാട്ടിലിറങ്ങിയ റിവാൾഡോ എന്ന ആനയെ റേഡിയോ കോളർ ഇട്ട് വനം വകുപ്പ് നിരീക്ഷിച്ച് സംരക്ഷിക്കുകയാണ്. കർണാടകയിലെ ഹസനിൽ ഇറങ്ങിയ മറ്റൊരു ആനയെയും ഇങ്ങനെ സംരക്ഷിക്കുന്നു. വനം വകുപ്പിനും ഇത്തരം മാതൃകകൾ സ്വീകരിക്കാവുന്നതാണ്. കേരളത്തിലെ ഏതെങ്കിലും വിശാലമായ വനം PM2വിന് വേണ്ടി കണ്ടുപിടിക്കണം. തുറന്നു വിടുന്നതിനും വിദഗ്ധ സമിതി ചില ഉപാധികൾ മുന്നോട്ട് വയ്ക്കുന്നു. റേഡിയോ കോളർ ഇട്ട് PM2വിനെ 6 മാസം തുടർച്ചയായി സംരക്ഷിക്കണം. ഇതിനായി വനം വകുപ്പ് ഒരു പ്രത്യേക ടീം നിയമിക്കണം. ആനയുടെ സഞ്ചാരപാത രേഖപ്പെടുത്തി അത് ഭാവിയിലേക്കായി സൂക്ഷിക്കണം. കാട്ടിലേക്ക് പിടികൂടി വിട്ട PM2 തമിഴ്നാട്ടിലെ മുതുമലയിൽ നിന്ന് ബന്ദിപ്പൂർ വഴിയാണ് കഴിഞ്ഞ വർഷം വയനാട്ടിലെത്തിയത്. ബത്തേരിയിൽ വച്ച് ഒരാളെ ആക്രമിച്ചു എന്ന പരാതിയിലാണ് കഴിഞ്ഞ വർഷം ജനുവരി 9 PM2വിനെ വെടിവെച്ച് വനം വകുപ്പ് കൂട്ടിലാക്കിയത്.